ശൗര്യചക്ര നേടി മലയാളി. ജമ്മു കാശ്മീരിൽ ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം തകർത്ത ധീരമായ സേവനം. മലയാളി മേജർ തരുൺ വാസുദേവിന് ശൗര്യചക്ര. ഭീകരവാദികൾ എവിടെ ചെന്നൊളിച്ചാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന ശക്തമായ മുന്നറിയിപ്പുമായാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു രംഗത്തെത്തിയത്. രാജ്യത്തിന്റെ ധീരതയ്ക്കുള്ള സൈനിക മെഡലുകൾ പ്രഖ്യാപിച്ചതിൽ കേരളത്തിന് അഭിമാനമായിരിക്കുകയാണ് മലയാളി സൈനിക ഉദ്യോഗസ്ഥൻ മേജർ തരുൺ വാസുദേവ്. ഇത്തവണ ആകെ 9 പേർക്ക് കീർത്തി ചക്രയും 7 പേർക്ക് മരണാനന്തര ബഹുമതിയും 19 പേർക്ക് ശൗര്യചക്രയുമാണ് രാഷ്ട്രപതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ സുരക്ഷാ കരുത്തും പ്രതിരോധ നേട്ടങ്ങളും ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നതാണ് രാഷ്ട്രപതിയുടെ പ്രഖ്യാപനങ്ങൾ. ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യവുമായുള്ള സിന്ധു നദീജല കരാർ ഒത്തുതീർപ്പുകളില്ലാതെ നിർത്തിവെച്ചത് നിർണായകമായ ഒരു ദേശീയ സുരക്ഷാ തീരുമാനമാണെന്ന് രാഷ്ട്രപതി വ്യക്തമാക്കി. ഭീകര ശൃംഖലകൾക്കെതിരെ കൃത്യമായ പ്രഹരമേൽപ്പിക്കാൻ ഇന്ത്യൻ സായുധ സേനയ്ക്ക് കഴിഞ്ഞുവെന്ന് തെളിയിക്കുന്നതാണ് ഓപ്പറേഷൻ സിന്ധൂർ. കൂടാതെ ഇന്ത്യയെ പൂർണ്ണമായും നക്സൽ വിരുദ്ധമാക്കാൻ കഴിഞ്ഞത് രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ വലിയൊരു ദേശീയ നേട്ടമാണെന്നും അവർ എടുത്തു പറഞ്ഞു. രാഷ്ട്ര നിർമ്മാണത്തിൽ സായുധ സേനകൾ, പോലീസ് ഉദ്യോഗസ്ഥർ, ശുചീകരണ തൊഴിലാളികൾ, പ്രവാസി ഭാരതീയർ എന്നിവർ നൽകുന്ന സംഭാവനകൾ വലുതാണെന്നും അവർ ഓർമ്മിപ്പിച്ചു. സാമ്പത്തിക ഡിജിറ്റൽ രംഗത്ത് രാജ്യം കൈവരിച്ച കുതിച്ചുചാട്ടങ്ങളും സന്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലുതും അത്യാധുനികവുമായ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യമാണ് ഇന്ത്യ വികസിപ്പിച്ചെടുത്തത്. ഇന്ന് ഗ്രാമങ്ങളിലെ ചെറിയ കടകളിൽ പോലും ഡിജിറ്റൽ പേയ്മെന്റുകൾ നടക്കുന്നുണ്ട്. ലോകത്തിലെ മൊത്തം തത്സമയ ഡിജിറ്റൽ ഇടപാടുകളുടെ പകുതിയിലധികവും ഇന്ത്യയിലാണ് നടക്കുന്നത്. പൗരന്മാരും സർക്കാരും ഒത്തുചേർന്ന് വലിയൊരു മാതൃകയാണ് ഇതിലൂടെ സൃഷ്ടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദശകത്തിൽ നടപ്പിലാക്കിയ സമഗ്ര വികസന പദ്ധതികളിലൂടെ 25 കോടിയിലധികം ജനങ്ങളെയാണ് രാജ്യം ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റിയത്. സൗജന്യ റേഷൻ പദ്ധതിയിലൂടെ 80 കോടിയിലധികം ആളുകൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും സാധിക്കുന്നുണ്ട്. 2047 ഒരു വികസിത ഭാരതം കെട്ടിപ്പടുക്കാൻ ഇന്ത്യ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമാണെന്ന് വ്യക്തമാക്കിയ രാഷ്ട്രപതി രാഷ്ട്ര നിർമ്മാണത്തിൽ എല്ലാവരും പങ്കാളികളാകാൻ ആഹ്വാനം ചെയ്തു. അതേസമയം 57 രാഷ്ട്രീയ റൈഫിൾസിലെ മേജറാണ് തരുൺ വാസുദേവൻ. ജമ്മു കാശ്മീരിൽ ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം തകർത്ത ഓപ്പറേഷനിൽ ധീരമായ സേവനം കാഴ്ചവെച്ചതിനാണ് മേജർ തരുണിന് ശൗര്യചക്ര നൽകി രാജ്യം ആദരിക്കുന്നത്. റിട്ടയർഡ് കേണൽ AK വാസുദേവനാണ് തരുണിന്റെ പിതാവ്. ഇന്ത്യൻ സൈന്യത്തിന്റെ കീഴിൽ ജമ്മു കാശ്മീരിൽ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക സേനാ വിഭാഗമാണ് രാഷ്ട്രീയ റൈഫിൾസ്. ഇതിലെ 57ാമത് ബറ്റാലിയനാണ് 57 രാഷ്ട്രീയ റൈഫിൾസ്. പ്രതിരോധ സേനയിലെയും കേന്ദ്ര സായുധ പോലീസ് സേനയിലെയും ഉദ്യോഗസ്ഥർക്ക് 13 മരണാനന്തര ബഹുമതികൾ ഉൾപ്പെടെ 78 ധീരതാ അവാർഡുകളാണ് രാഷ്ട്രപതി പ്രഖ്യാപിച്ചത്. 9 കീർത്തി ചക്രയിൽ 7 മരണാനന്തര ബഹുമതിയാണ്. മണിപ്പൂരിലെ ഭീകരാക്രമണം നേരിട്ട ലഫ്റ്റനന്റ് കേണൽ മനിയോ ഫ്രാൻസിസിന് കീർത്തി ചക്ര നൽകി രാജ്യം ആദരിച്ചു. കിഷ്ത്വാർ ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച ഹവിൽദാർ ഗജേന്ദ്ര സിംഗിനും കത്വ ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച ജമ്മു കാശ്മീർ പോലീസിലെ 6 ഉദ്യോഗസ്ഥർക്കും കീർത്തി ചക്ര നൽകി. രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. കേരളത്തിൽ നിന്നും ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിച്ച SP S ശശിധരനും മെഡൽ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നു. IG രാജ്പാൽ മീണ, SP ബിനു രാമകൃഷ്ണപിള്ള, ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് രവികുമാർ, SP ഉജ്വൽ കുമാർ, സബ് ഇൻസ്പെക്ടർ ജ്യോതിഷ് കുമാർ SL, ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് സുരേഷ് ബാബു SS എന്നിവർക്ക് മികവിനുള്ള പുരസ്കാരം പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യൻ യുവത്വത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്ന് സ്വാതന്ത്ര്യദിനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. നീറ്റ് UG പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അടുത്തിടെ ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധ പരിപാടികളെ ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു രാഷ്ട്രപതിയുടെ സന്ദേശം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.